എറണാകുളം ജില്ലയിലാണ് മിൽമ ക്ഷീര സഹകരണ സംഘങ്ങളിൽ മിന്നൽ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. വിശദാംശങ്ങളാണ് സിബി ജോസഫ് നൽകിയത്. ഇനിയൊരു മോഷണത്തിന്റെ വാർത്തയാണ്. ഇപ്പോൾ സ്വർണ്ണവിലയൊക്കെ കൂടിയപ്പോൾ ഒട്ടുമിക്ക ഇടങ്ങളിലും മോഷണം നടക്കുന്നുണ്ട്. മോഷണം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വെറൈറ്റി മോഷണമാണ് കേട്ടോ. ഈ മോഷണം നടന്നിട്ടുള്ളത് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ്. ഒന്നാലോചിച്ച് നോക്കൂ, മിലിറ്ററി ക്യാമ്പിൽ തന്നെ മോഷണം നടക്കുമെന്ന് പറയുമ്പോൾ മോഷണം പോയത് ആനക്കൊമ്പുകളാണ്. ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 2 കോടിയോളം വില വരുന്ന ആനക്കൊമ്പുകളാണ് അവിടെ നിന്ന് മോഷണം പോയത്. എന്തായാലും പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ, ഗുഡ് മോർണിംഗ്. മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പുകൾ മോഷണം പോയിരിക്കുകയാണ്. എപ്പോഴാണ് ഈ മോഷണം നടന്നത്? ഇപ്പോൾ പൂജപ്പുര പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു പ്രാഥമിക സൂചന എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആനക്കൊമ്പുകൾ കാണാതാകുന്നത്. അതിന്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് പൂജപ്പുര പോലീസ് കടന്നിട്ടുണ്ട്. ആരാണെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പാർട്ടി നടന്നിരുന്നു. ആ പാർട്ടിയിൽ ഈ ക്യാമ്പിലല്ലാത്ത കുറച്ച് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ പാർട്ടിയുടെ ജോലിക്കായി വന്നിരിക്കുന്ന ആളുകളാണ്. ഏകദേശം 18ഓളം പേരാണ് അതിലുണ്ടായിരുന്നത്. അവരാരെങ്കിലും ആണോ ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത് ഒരു സംശയമാണ് ഇപ്പോൾ പൂജപ്പുര പോലീസിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇവരെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതൊരു സൈനിക ക്യാമ്പാണ്. നമ്മൾ ആര് പോയാലും അത്രയധികം പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് അതിനകത്ത് എൻട്രി ഉള്ളൂ. അകത്തോട്ട് പോകുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും എല്ലാം ദേഹപരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടാണ് അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പോലും പറ്റുക. ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു 2 കോടിയോളം രൂപ വില വരുന്ന 2 ആനക്കൊമ്പുകൾ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സർക്കാർ തന്നെ മിലിറ്ററിക്ക് കൈമാറിയിരിക്കുന്ന ആനക്കൊമ്പുകളാണ്. ഈ പിടിച്ചെടുക്കുന്ന ആനക്കൊമ്പുകൾ അങ്ങനെ കൈമാറാറുണ്ട്. അങ്ങനെ 1929 സർക്കാർ സൈന്യത്തിന് നൽകിയ ആനക്കൊമ്പാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. സിജോ, 1929 എന്ന് പറയുമ്പോൾ അത്രയധികം കാലപ്പഴക്കമുണ്ട്. അതിന്റെ മൂല്യം വിലമതിക്കാനാകാത്തതുമാണല്ലേ? അതെ, 2 കോടി രൂപയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്. വില എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കും. പക്ഷെ അതിന്റെ ഒരു പഴക്കം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നമുക്ക് ഇത് സൂക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അത് പറയാൻ പറ്റാത്ത എത്രത്തോളം ഇതുള്ളതാണ്. ഒരു വിലപിടിപ്പെന്ന അപ്പുറത്തേക്ക് അതിന്റെ ഒരു കാലപ്പഴക്കമൊക്കെ അതിന്റെ ഒരു ശരി. അപ്പോൾ സിജോ, അത് അത്രയധികം വലിയ സുരക്ഷയോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ ഈ മിലിറ്ററി ക്യാമ്പിൽ സൂക്ഷിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതെങ്ങനെയായിരുന്നിരിക്കണം അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടാവുക? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ പോലീസിന് ഇതിൽ? അല്ല, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആരോ കൊണ്ടുപോയിട്ടുള്ള എന്നുള്ളത്. ഒരു DJ പാർട്ടി കഴിഞ്ഞ ബുധനാഴ്ച അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാർട്ടിക്കൊക്കെ സംവിധാനങ്ങളൊക്കെ പുറത്ത് ഏർപ്പെടുത്തിയിരുന്നത് കുറച്ച് 18ഓളം തൊഴിലാളികൾ അവിടെ വന്നിട്ടുണ്ട്. അവരാണോ ഇത് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളതെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു സംശയം. ശരിയല്ല, CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായില്ലേ ക്യാമ്പിനകത്ത്? തീർച്ചയായും അതുണ്ട്. ഈ ആനക്കൊമ്പ് ഇരിക്കുന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ഇത് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് മിലിറ്ററിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് ഇതിന്റെ അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. എങ്കിലും സ്വാഭാവികമായും നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അകത്തൊക്കെ പ്രവേശിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ഓർമ്മയിലുള്ളതനുസരിച്ച് പലയിടങ്ങളിൽ പറയുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. പക്ഷെ ഈ ആനക്കൊമ്പ് കൊണ്ടുപോയ അല്ലെങ്കിൽ ആനക്കൊമ്പ് വെച്ചിരുന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്.